ഇതിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും ഞാൻ പറയാൻ പോകുന്നത് സാധാരണ നമ്മൾ ലൈഫിൽ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ലൈഫിൽ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയാം. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ പറയണ്ട എന്നിങ്ങനെ പറയാ. ദേ സെഡ് ഡോണ്ട് സേ ദാറ്റ്. അവർ പറഞ്ഞു അങ്ങനെ പറയണ്ട എന്ന്. ദേ സെഡ് ഡോണ്ട് സേ ദാറ്റ്. അവർ പറഞ്ഞു അങ്ങനെ പറയണ്ട എന്ന്. ദേ സെഡ് ഡോണ്ട് സേ ദാറ്റ്. അവർ പറഞ്ഞു അങ്ങനെ പറയണ്ട എന്ന്. അങ്ങനെയാണ് ചെയ്തത്. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. വേണ്ടതെന്ന് എങ്ങനെ പറയാം. ദാറ്റ്സ് ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. യു ഷുഡ് ഡു ദ സെയിം. അങ്ങനെ തന്നെ ചെയ്യണം. യു ഷുഡ് ഡു ദ സെയിം. അങ്ങനെ തന്നെ ചെയ്യണം. പറയണം എന്നെങ്ങനെ പറയാ. ഇറ്റ് ഷുഡ് ബി സെഡ് ദ സെയിം വേ. അങ്ങനെ തന്നെ പറയണം. ഇറ്റ് ഷുഡ് ബി സെഡ് ദ സെയിം വേ. അങ്ങനെ തന്നെ പറയണം. കഴിയൂ എന്നിങ്ങനെ പറയാ. ഐ ജസ്റ്റ് നോ ഹൗ ടു സേ ദാറ്റ്. എനിക്കങ്ങനെ പറയാനേ കഴിയൂ. ഐ ജസ്റ്റ് നോ ഹൗ ടു സേ ദാറ്റ്. എനിക്കങ്ങനെ പറയാനേ കഴിയൂ. പാടാനേ കഴിയൂ എന്നിങ്ങനെ പറയാ. ഐ ക്യാൻ സിങ് ലൈക്ക് ദാറ്റ്. എനിക്കങ്ങനെ പാടാനേ കഴിയൂ. ഐ ക്യാൻ സിങ് ലൈക്ക് ദാറ്റ്. എനിക്കങ്ങനെ പാടാനേ കഴിയൂ. അങ്ങനെ പറഞ്ഞ് ശീലിച്ചു എന്നിങ്ങനെ പറയാ. ഐ ആം യൂസ്ഡ് ടു സേയിങ് ദാറ്റ്. ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു. ഐ ആം യൂസ്ഡ് ടു സേയിങ് ദാറ്റ്. ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു. ഇങ്ങനെ പറയാം. ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് പ്ലേയിങ് ദാറ്റ്. എനിക്ക് അങ്ങനെ കളിക്കാൻ തോന്നിയില്ല. ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് പ്ലേയിങ് ദാറ്റ്. എനിക്കങ്ങനെ കളിക്കാൻ തോന്നിയില്ല. ഇരിക്കുന്നു എന്നിങ്ങനെ പറയാം. ഐ ആം ഡൂയിങ് ദാറ്റ്. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ആം ഡൂയിങ് ദാറ്റ്. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ആം ഡൂയിങ് ദാറ്റ്. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം എങ്ങനെ പറയാം. ഐ കാൻ ഡു എനിത്തിങ് ബിയോണ്ട് ദാറ്റ്. അതിലപ്പുറം എനിക്കൊന്നും ചെയ്യാനില്ല. ഐ കാൻ ഡു എനിത്തിങ് ബിയോണ്ട് ദാറ്റ്. അതിലപ്പുറം എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പുറം എനിക്കൊന്നും ചെയ്യാനില്ല എന്നിങ്ങനെ പറയാം. ഐ കാൻഡ് ഡു എനിത്തിങ് ബിയോണ്ട് ദാറ്റ്. അതിലപ്പുറം എനിക്കൊന്നും ചെയ്യാനില്ല. ഐ ക്യാൻ ഡു എനിത്തിങ് ബിയോണ്ട് ദാറ്റ്. അതിലപ്പുറം എനിക്കൊന്നും ചെയ്യാനില്ല. എങ്ങനെ പറയാം. ഐ ഹാഡ് ടു ഡു ദാറ്റ്. ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു ഡു ദാറ്റ്. ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു. പറയേണ്ടി വന്നു എന്നിങ്ങനെ പറയാം. ഐ ഹാഡ് ടു സേ ദാറ്റ്. ഞാൻ അങ്ങനെ പറയേണ്ടി വന്നു. ഐ ഹാഡ് ടു സേ ദാറ്റ്. ഞാൻ അങ്ങനെ പറയേണ്ടി വന്നു. പോകേണ്ടി വന്നു എന്നിങ്ങനെ പറയാം. ഐ ഹാഡ് ടു ഗോ ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെ പോകേണ്ടി വന്നു. ഐ ഹാഡ് ടു ഗോ ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെ പോകേണ്ടി വന്നു. അത് വിൽക്കേണ്ടി വന്നു എന്നിങ്ങനെ പറയാം. ഐ ഹാഡ് ടു സെൽ ഇറ്റ്. എനിക്കത് വിൽക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു സെൽ ഇറ്റ്. എനിക്കത് വിൽക്കേണ്ടി വന്നു. വന്നു എന്നിങ്ങനെ പറയാം. ഐ ഹാഡ് ടു ബൈ ഇറ്റ്. എനിക്കത് വാങ്ങേണ്ടി വന്നു. ഐ ഹാഡ് ടു ബൈ ഇറ്റ്. എനിക്കത് വാങ്ങേണ്ടി വന്നു. എന്നിങ്ങനെ പറയാം. ഐ ഹാഡ് ടു ത്രോ ഇറ്റ് അവേ. എനിക്കത് കളയേണ്ടി വന്നു. ഐ ഹാഡ് ടു ത്രോ ഇറ്റ് അവേ. എനിക്കത് കളയേണ്ടി വന്നു. എഴുതേണ്ടി വന്നു എന്നിങ്ങനെ പറയാം. ഐ ഹാഡ് ടു റൈറ്റ് ഇറ്റ്. എനിക്കത് എഴുതേണ്ടി വന്നു. ഐ ഹാഡ് ടു റൈറ്റ് ഇറ്റ്. എനിക്കത് എഴുതേണ്ടി വന്നു.
ഐ ഹാഡ് ടു സേ ഇറ്റ്, എനിക്കത് പറയേണ്ടി വന്നു. ഐ ഹാഡ് ടു സേ ഇറ്റ്, എനിക്കത് പറയേണ്ടി വന്നു. എന്ന് എങ്ങനെ പറയാം? ഐ ഹാഡ് ടു ഡു ഇറ്റ്, എനിക്കത് ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു ഡു ഇറ്റ്, എനിക്കത് ചെയ്യേണ്ടി വന്നു. ചെയ്യേണ്ടി വന്നു എന്ന് എങ്ങനെ പറയാം? ഐ ഹാഡ് ടു ഈറ്റ് ഇറ്റ്, എനിക്കത് തിന്നേണ്ടി വന്നു. ഐ ഹാഡ് ടു ഈറ്റ് ഇറ്റ്, എനിക്കത് തിന്നേണ്ടി വന്നു. എങ്ങനെ പറയാം? ഐ ഹാഡ് ടു ഡ്രിങ്ക് ഇറ്റ്, എനിക്കത് കുടിക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു ഡ്രിങ്ക് ഇറ്റ്, എനിക്കത് കുടിക്കേണ്ടി വന്നു.